അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. പാറമേക്കാവിന്റെ പടക്ക നിർമ്മാണശാല ഉടമയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നു പോലീസ്. കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബിനെതിരെയാണ് കേസ്. അനുവദിച്ചതിനേക്കാൾ കൂടുതൽ പടക്കങ്ങളും വെടിമരുന്നും സൂക്ഷിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്. അനുവദിച്ചത് 15 കിലോ, എന്നാൽ സൂക്ഷിച്ചത് 1000 കിലോ. റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തലാണ്. നിലവിൽ പടക്ക നിർമ്മാണശാല പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, ഗുഡ് മോർണിംഗ് ഇക്ബാൽ. ഇപ്പോൾ ഈ ബിനോയിയുടെ ലൈസൻസിയായ ബിനോയിയുടെ കാര്യത്തിൽ അന്വേഷണം നടന്നപ്പോഴാണ് 15 കിലോ വേണ്ടിടത്ത് 1000 കിലോയിലധികം വെടിമരുന്നുകൾ സൂക്ഷിച്ചു എന്ന ഞെട്ടിക്കുന്ന വിവരം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മുണ്ടത്തിക്കോടൊക്കെ എത്ര കരിമരുന്ന് സൂക്ഷിച്ചിട്ടുണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് ഒരു കണക്കും ഇതുവരെ ഒരു ഏജൻസിയുടെയും മുന്നിലില്ല. വേണ്ടതിനേക്കാൾ 100ഉം 1000 മടങ്ങൊക്കെയാണ് ഇവർ വെടിമരുന്ന് സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അത് വലിയ ഈ അന്വേഷണത്തിലാണത് ബോധ്യമാവുകയും ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള വലിയ ക്രമക്കേടുകൾ വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കർശന നടപടിയിലേക്ക് പോവുകയാണോ ഇപ്പോൾ പോലീസും പെസോയും? ഇക്ബാൽ അറക്കൽ. അരുൺകുമാർ, പാലക്കാട് മുതലമടയിലെ വെള്ളാരംകടവിലുള്ള പടക്ക നിർമ്മാണശാലയിലാണ് തൃശൂർ പൂരത്തിനുള്ള പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ട് നിർമ്മാണം നടന്നിരുന്നത്. കോട്ടയം സ്വദേശിയായിട്ടുള്ള ബിനോയ് ജേക്കബിന്റെ ഉടമസ്ഥതയിലുള്ള പടക്ക നിർമ്മാണശാലയാണ് ഇത്. ബിനോയ്ക്ക് 15 കിലോ വെടിമരുന്ന് മാത്രം സൂക്ഷിക്കാനുള്ള അനുമതിയാണ് നൽകിയിരുന്നതെന്ന് ഇന്നലെ തന്നെ പാലക്കാട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി റിപ്പോർട്ടിലൂടെ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ റവന്യൂ വകുപ്പും പോലീസും നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് 1000 കിലോയോളം ഈ വെടിമരുന്നും പടക്കങ്ങളുമാണ് ബിനോയ് ജേക്കബ് സൂക്ഷിച്ചിരുന്നതെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിറ്റൂർ തഹസിൽദാർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൊല്ലങ്കോട് പോലീസ് ബിനോയ് ജേക്കബിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ലൈസൻസിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ വെടിമരുന്നുകളും പടക്കങ്ങളും ഈ പടക്ക നിർമ്മാണശാലയിൽ സൂക്ഷിച്ചു. ഇത് പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് അപായമുണ്ടാക്കുന്ന രീതിയിലാണ് ഈ പടക്കങ്ങളെല്ലാം സൂക്ഷിച്ചതെന്ന് കണ്ടെത്തിയ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇവിടെ കൂടുതൽ പരിശോധനകൾ നടത്തും. അതിനുശേഷം ബിനോയ്ക്കെതിരെ കടുത്ത നടപടികൾ തന്നെ സ്വീകരിക്കുമെന്നുള്ളതാണ് പാലക്കാട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അളവിൽ കൂടുതലെന്ന് പറയുമ്പോൾ 15 കിലോയോളം മാത്രമേ ബിനോയ്ക്ക് ജില്ലാ ഭരണകൂടം ലൈസൻസായി അനുവദിച്ചിട്ടുള്ളത്. പെസോയിൽ നിന്നും കൂടുതൽ വെടിമരുന്ന് ശേഖരം അനുവദിക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ സമർപ്പിക്കാനുള്ള സമയവും ബിനോയ് ജേക്കബിന് ഇന്നലെ റവന്യൂ വകുപ്പ് നൽകിയിരുന്നു. പക്ഷേ ഈ സമയത്തിനുള്ളിൽ കൃത്യമായി രേഖകൾ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചിറ്റൂർ തഹസിൽദാർ ബിനോയ്ക്കെതിരെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. ഏതായാലും മുതലമട വെള്ളാരംകടവിലുള്ള ഈ പടക്ക നിർമ്മാണശാലയിലേക്ക് റവന്യൂ വകുപ്പും പോലീസും അതുപോലെ തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരും എത്തും. ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെത്തിയതിനു ശേഷം അവിടെ പരിശോധന നടത്തും. എത്രയാണ് യഥാർത്ഥത്തിൽ അവിടെ സൂക്ഷിച്ചുള്ള വെടിമരുന്നും അതുപോലെ തന്നെ പടക്കങ്ങളും ഉൾപ്പെടെയുള്ളത് കൃത്യമായി വിലയിരുത്തി കണക്ക് രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ അറിയിച്ചൊരു കാര്യമുണ്ടായിരുന്നു. ഈ അധികമായി അല്ലെങ്കിൽ അമിത അളവിൽ അനധികൃതമായി സൂക്ഷിച്ചുള്ള ഈ വെടിമരുന്ന് അത് നിർവീര്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് കോടതിയെ അറിയിച്ച് കോടതിയുടെ അനുമതി വാങ്ങിയതിനു ശേഷമായിരിക്കും ഈ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ബിനോയ്ക്ക് കുരുക്കുമുറുക്കും. ബിനോയ്ക്കെതിരെ ഉടൻ തന്നെ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നിലവിൽ അറിയിച്ചിട്ടുള്ള അരുൺകുമാർ. താങ്ക് യു ഇക്ബാൽ. ഇപ്പോൾ ഇക്ബാൽ പറഞ്ഞതുപോലെ കേസ് എടുക്കുമ്പോഴും അന്വേഷിക്കുമ്പോഴുമാണ് കയ്യിൽ എത്ര ഉണ്ടായിരുന്നു എന്നറിയുന്നത്. അല്ലാതെ ഒരു പരിശോധനയും ഇവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പഞ്ചായത്തിനൊരു ലൈസൻസ് പോലും ഇല്ലാതെ, പഞ്ചായത്തിനൊരു രജിസ്റ്റർ പോലും ഇല്ലാതെ, രജിസ്റ്റർ നമ്പർ പോലും ഇല്ലാതെ ഇങ്ങനെയൊരു പടക്ക നിർമ്മാണശാല താൽക്കാലികമായാണെങ്കിൽ കൂടി മുണ്ടത്തിക്കോട് പ്രവർത്തിക്കാൻ കഴിയുമോ? ആ കെട്ടിടത്തിനൊരു നമ്പർ പോലും ഇല്ലായിരുന്നു എന്നുള്ളതല്ല ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നല്ലേ സുരക്ഷാ സംവിധാനം? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്നും ഉണ്ടായിരുന്നില്ല. തീയൊന്ന് പിടിച്ചാൽ എടുത്തിടാനുള്ള മണ്ണ് വെച്ചൊരു ബക്കറ്റ് പോലും ആ സ്ഥലത്തുണ്ടായിരുന്നില്ല. എന്തിനേറെ കുറച്ച് വെള്ളം പോലും അവിടെ കരുതി വെച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതാണ് അവസ്ഥ. കർശനമായ ചട്ടങ്ങളോട് കൂടി മാത്രമേ ഇത്തരം പടക്ക നിർമ്മാണശാലകളിൽ നിർമ്മാണങ്ങളൊക്കെ നടത്താവൂ എന്ന് എക്സ്പ്ലോസീവ് ആക്ടിൽ പറയുന്നുണ്ട്. പൊറ്റിക്കൽ കമ്മീഷന് ശേഷം വരുന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആരും അത് പരിഗണിച്ചില്ല എന്നുള്ളതാണ്.